Now it's time for question number 13. Yes, a convex lens made of glass, refractive index 1.5 has focal length 24 centimeter in air. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 24 സെന്റിമീറ്റർ ആണ് എയറിലെങ്കിൽ വെൻ ഇറ്റ് ഈസ് ടോട്ടലി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോക്കൽ ലെങ്ത് ചേഞ്ചസ് ടു. നമ്മൾ പഠിക്കുന്ന ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ വളരെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ഓഫ് ഫോക്കൽ ലെങ്ത് ഇൻ എയർ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ 4 into focal length in air is 24. 696 centimeter. Answer is option 2 എന്ന് ഒരൊറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇൻ കേസ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് ഇവിടെ ഒന്നത് പറയാം. നിങ്ങൾക്കറിയാലോ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. വാട്ട് ഈസ് ഇറ്റ്? 1/f is equal to refractive index of glass in air minus 1 into 1/r1 minus 1/r2. സോ ഗ്ലാസ് ഇൻ എയർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്ലാസ് ഇൻ എയർ എന്ന് പറയുന്ന സമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ അതെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ 1/f dash is equal to refractive index of glass into refractive index of liquid minus 1 into 1/r1 minus 1/r2 എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ എഫ് ഡാഷ് കറങ്ങി മുകളിലേക്കാണ് പോലെ. സോ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഡിവൈഡ് ബൈ എഫ് ഇസ് ഈക്വൽ ടു ന്യൂ ജി മൈനസ് 1 ഡിവൈഡ് ബൈ ന്യൂ ജി മൈനസ് ന്യൂ വാട്ടർ മൈനസ് 1 വരും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് 1.5 മൈനസ് 1 ഗ്ലാസ് 1.5 അതിനെ നമുക്ക് 3/2 എന്ന് എഴുതാം. വാട്ടറിനെ നമുക്ക് 4/3 എന്ന് എഴുതാം. മൈനസ് 1 എടുക്കുമ്പോൾ 1.5 മൈനസ് 1 0.5 വരും. ഇത് നമുക്ക് 9 ഡിവൈഡ് ബൈ 8 വരും. 9/8 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 ഡിവൈഡ് ബൈ 8 വരും. 8 കറങ്ങി മുകളിൽ പോലെ 8 into 0.5 വരും. ദാറ്റ് വിൽ ഗീവ് 4 വരും. So f dash divided by f. What is f dash? Focal length in water is equal to 4 times of focal length in air എന്നുള്ള റിസൾട്ടിലേക്ക് നമ്മൾ എത്തും. സോ മക്കളെ ഈ റിസൾട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ബൈ ഹാർട്ട് പഠിച്ചാൽ വളരെ ഡയറക്റ്റ് കുറേ ചോദ്യങ്ങളെയും ഇപ്രാവശ്യത്തെ ഫേസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ ഡയറക്റ്റായി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ റേ ഒപ്റ്റിക്സിലെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണിത്. സോ താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.